ഒന്ന് ഒളിവിൽ പോയി മുൻകൂർ ജാമ്യം എടുത്ത രഞ്ജിത്തിനെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അത് പിന്നീടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടായതിനു ശേഷം ഇപ്പോൾ അതിനു മുൻപ് തന്നെ പോലീസ് കൈയോടെ പിടികൂടിയിരിക്കും, സബ് ജയിലിൽ എത്തിച്ചിരിക്കുന്നു. എന്താണ് സജോ കൂടുതൽ വിവരങ്ങൾ? ഡോക്ടർ അരുൺകുമാർ രഞ്ജിത്തിനെ ഇപ്പോൾ എറണാകുളം സബ് ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വാക്ക് ആ ഘട്ടത്തിൽ പ്രതികരിച്ചു, എല്ലാം തെളിയും എന്ന ഒരു വാക്കാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ റിമാൻഡിൽ ഈ സബ് ജയിലിലാണ് കഴിയുക എന്നത്. എറണാകുളം സബ് ജയിൽ, ഹൈക്കോടതി എറണാകുളം ടൗണിൽ തന്നെയുള്ള ഹൈക്കോടതിന് സമീപമുള്ള സബ് ജയിലിലേക്ക് റിമാൻഡിലായിരിക്കുന്നു, സമ്പൂർണ്ണമായും ജയിലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ്. അഴികൾക്കുള്ളിലായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതായത് ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട നിയമ നടപടി എന്നത് രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷയുമാണ്. ഇത് രണ്ടും കോടതിയുടെ മുന്നിൽ വരും. വിശദമായ വൈദ്യപരിശോധന ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതാണ്. പ്രധാനമായും രഞ്ജിത്തിന്റെ വാദം ഇതൊരു വ്യാജ പരാതിയാണ്, മറ്റു ലക്ഷ്യങ്ങളോടുകൂടിയുള്ളതാണ്, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഈ രണ്ട് കാര്യങ്ങളും പരിഗണിക്കണം എന്ന പ്രതിയുടെ വാദവും കോടതിയുടെ മുന്നിൽ വരും. അതേസമയം കസ്റ്റഡി അനിവാര്യമാണ് എന്ന നിലപാട് അന്വേഷണ സംഘം സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഗുരുതര സ്വഭാവത്തിലുള്ള പരാതിയാണ്. ലൈംഗികാതിക്രമം, തടഞ്ഞുവെക്കൽ എന്നു തുടങ്ങി നോൺ ബെയിലബിൾ ഒഫൻസ്, അതിഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്, അന്വേഷണ സംഘം കേസെടുത്തിരിക്കുന്നത്. അതിൽ വളരെ വേഗത്തിലുള്ള നടപടി ഉണ്ടായി. അതിൽ ഇതിനകം തന്നെ പുറത്തു വന്നതിന് പ്രകാരം യുവനടിയും ഈ പരാതി രഞ്ജിത്തിന്റെ തന്നെ ഫോർട്ട് കൊച്ചിയിലെ സെറ്റിൽ വെച്ച് അതിക്രമത്തിന് ഇരയാകുന്നു. അതിനുശേഷം ഈ പരാതി ആഭ്യന്തര സമിതിക്ക് മുന്നിൽ, അതായത് സെറ്റിലെ ആഭ്യന്തര സമിതിക്ക് മുന്നിൽ പരാതി നൽകിയതാണ്. ആ പരാതി പക്ഷേ ആ ഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടില്ല. പിന്നീട് പോലീസിലേക്ക് പോകുന്നു. അതിനുശേഷം SITയുടെ മുന്നിലേക്ക് പരാതി വരുന്നു. തുടർന്നാണ് അത് അന്വേഷണ സംഘം വളരെ വേഗത്തിൽ നീങ്ങുന്നത്. എറണാകുളത്ത് നിന്ന് തൊടുപുഴയിലേക്ക് പോയ രഞ്ജിത്തിനെ വളരെ നാടകീയമായി, അത്യന്തം നാടകീയമായി, അതീവ രഹസ്യമായി പിടികൂടി അതിനുശേഷം എറണാകുളത്തേക്ക് എത്തിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നതാണ്. രഞ്ജിത്ത് നൽകിയ മൊഴി ഇത് വ്യാജ പരാതിയാണ്, തനിക്കറിവില്ല എന്നതാണ്. ഏറ്റവും ഒടുവിൽ ജയിലിനകത്തേക്ക് കയറിയപ്പോഴും രഞ്ജിത്ത് പറയാൻ ശ്രമിച്ചത് എല്ലാം തെളിയും എന്നതാണ്. മുൻപ് 2 പരാതികൾ നേരിട്ട ആളാണ്. ഇത് സമാനമായ രൂപത്തിലുള്ള, അതായത് ലൈംഗികാതിക്രമ പരാതികൾ നേരിട്ട ആൾ കൂടിയാണ്. പക്ഷെ അത്തരമൊരു കാര്യം ഇവിടെയില്ല. 2 മാസം മുൻപ് നടന്ന സംഭവമാണ്. അതിന് ആ ഘട്ടങ്ങളിൽ ഓരോ കാര്യങ്ങളായി പരിശോധിച്ചാൽ പരാതിക്കാരി ആദ്യം ആഭ്യന്തര സമിതിയുടെ മുന്നിൽ വരുന്നു. സ്വാഭാവികമായും ആഭ്യന്തര സമിതിയുടെ ഭാഗമായ ആളുകൾ കൂടി ഈ കാര്യം വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ വിശദമായ അന്വേഷണത്തിലേക്കും തെളിവെടുപ്പിലേക്കും ഒക്കെ പോകേണ്ടി വരും. അതായത് ഈ സ്ഥലം ഉൾപ്പെടെ വിശദമായ തെളിവെടുപ്പ് വേണം. ഒപ്പം വിശദമായ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കം ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, അതായത് ആഭ്യന്തര സമിതിക്ക് മുന്നിൽ പരാതി വന്നിരുന്നു, ആ പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു, അതെന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാതിരുന്നത്, അതിലേക്ക് പോയ സാഹചര്യം എന്താണ് എന്ന് തുടങ്ങി വിശദമായ പരിശോധനയിലേക്ക് സ്വാഭാവികമായും പോകേണ്ടി വരും. രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം മുൻപ് നേരിട്ടിരുന്ന 2 ആരോപണങ്ങളിൽ അതിന്റെ ഒരു കാലപരിധി പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു എന്ന് തുടങ്ങി അതിൽ സഹായകരമായ അല്ലെങ്കിൽ അനുകൂലമായ, രഞ്ജിത്തിന് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ആ ഘട്ടത്തിൽ ഗുണകരമായത്. ഇത് കേവലം 2 മാസം മാത്രം മുൻപ് നടന്ന സംഭവത്തെ തുടർന്നുള്ള പരാതി എന്ന നിലയ്ക്കാണ് യുവനടി വന്നിരിക്കുന്നത്. സ്വാഭാവികമായും അതിന്റെ ഗൗരവം ആ നിലയ്ക്ക് കൂടി ഉള്ളതാണ്. അപ്പോൾ അവിടുത്തെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ അവിടുത്തെ സാന്നിധ്യം മറ്റു മൊഴികളിൽ നിന്ന് സ്ഥിരീകരിക്കാവുന്നതാണ്. ഈ ആഭ്യന്തര സമിതിക്ക് മുന്നിൽ വന്നപ്പോൾ എന്തു സംഭവിച്ചു, അപ്പോൾ അതിന്റെ ഭാഗമായ ആളുകൾ വിശദീകരിക്കേണ്ടി വരും എന്ന് തുടങ്ങി വിശദമായ തുടർ നടപടികളിലേക്ക്, പരാതിക്കാരിയുടെ 164 സ്റ്റേറ്റ്മെന്റ് തുടങ്ങി അങ്ങോട്ടേക്കുള്ള വിശദമായ തുടർ നടപടികൾ ഇക്കാര്യത്തിൽ സ്വാഭാവികമായും ആവശ്യമുണ്ടാകും. ഇന്ന് തന്നെ ഈ ജാമ്യാപേക്ഷ, രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതിയിൽ വന്നാലും ഇന്ന് അതിൽ എന്തെങ്കിലും ഒരു തീർപ്പുണ്ടാകില്ല. പ്രോസിക്യൂഷനോട് വിശദീകരണം ചോദിക്കും. സ്വാഭാവികമായും പോലീസ് റിപ്പോർട്ട് കോടതിയിൽ വരും, അതുകൂടി പരിഗണിച്ച്. പക്ഷേ ഇത്തരം കേസുകളിൽ നമുക്കറിയാം, ലൈംഗിക അതിക്രമ കേസുകളിൽ അറസ്റ്റിലായാൽ വളരെ വേഗത്തിൽ ജാമ്യം കിട്ടുക അസാധ്യമാണ് എന്നത് സാധാരണഗതിയിൽ തന്നെ നമുക്കറിയാം. അപ്പോൾ അത്രയും ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളുണ്ട്. ലൈംഗിക അതിക്രമം എന്ന് മാത്രമല്ല, ക്യാരവനിൽ കയറ്റി അത് തടഞ്ഞു വെച്ചു എന്ന് തുടങ്ങി തുടർന്ന് അങ്ങോട്ടേക്ക് അങ്ങനെ തടഞ്ഞു വെച്ച് ലൈംഗിക അതിക്രമം എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിക്കുകയാണ്. സ്വാഭാവികമായും അത്രയും ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഏതായാലും രഞ്ജിത്ത് നേരിടുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഈ SITക്ക് മുന്നിൽ ഇത് വന്നതിന് പിന്നാലെ വളരെ വേഗത്തിൽ ഈ നടപടികൾ ഉണ്ടായി എന്നത് ഉറപ്പാണ്. കാരണം എന്ന് മാത്രമല്ല, രഞ്ജിത്ത് ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക്, അഭിനേതാവ് എന്ന നിലയ്ക്ക് എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട ഈ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട ഭരണനിർവഹണത്തിന്റെ തലപ്പത്തുകൂടി ഇരുന്ന ആൾ കൂടിയാണ് എന്നതുകൂടി കാണേണ്ടത്. അതായത് അങ്ങനെയൊരു ഏജൻസിയുടെ കൂടി തലപ്പത്തിരുന്ന വ്യക്തിയാണ്. അങ്ങനെ സമൂഹത്തിൽ പ്രധാനപ്പെട്ട പദവികളിലും മറ്റും ഇരിക്കുന്ന ആളാണ്. ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ്. ചലച്ചിത്ര അക്കാദമിയുടെ അടക്കം തലപ്പത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികം അതാണ് നേരത്തെ സാംസ്കാരിക മന്ത്രി അടക്കം വിശദീകരിച്ചത്. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാലതാമസം ഈ പരാതിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഇത്തരം വീഴ്ചകളെ വ്യക്തിപരമായ വീഴ്ച അല്ലെങ്കിൽ പോരായ്മ എന്ന നിലയ്ക്ക് വിലയിരുത്തണം എന്ന് വിശദീകരിച്ചതിന്റെ കാര്യവും അതാണ്. പക്ഷേ ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം ഇത് ഏറ്റെടുത്തതിന് പിന്നാലെ അതിൽ എന്തെങ്കിലും ഒരു വീഴ്ച ആരോപിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിൽ ഒരുപാട് പ്രൊസീജിയർ ഇനി അവശേഷിക്കുന്നുണ്ട്. അതായത് സ്വാഭാവികമായും ഇവരുടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നവരുടെയൊക്കെ
വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും തെളിവെടുപ്പ് അടക്കം പൂർത്തീകരിക്കുകയും ചെയ്യണം. ഒറ്റ വാക്കിൽ മാത്രമാണ് ഏറ്റവും ഒടുവിൽ രഞ്ജിത്ത് അകത്തേക്ക്, അതായത് ഇതാണ് സബ് ജയിലിനകത്തേക്ക് കയറുന്നതിന് മുൻപ് ഒറ്റ വാക്കിലാണ് ഈ സബ് ജയിലിന് പ്രവേശിക്കുക. ഇങ്ങോട്ടേക്ക് വൈദ്യപരിശോധനയ്ക്ക് ശേഷം, ആദ്യം വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം അവിടെ മജിസ്ട്രേറ്റിന് മുന്നിൽ സാധാരണ മജിസ്ട്രേറ്റ് ചോദിക്കും, അവിടെ പ്രതിയോട് ചോദിക്കും എന്തെങ്കിലും പറയാനുണ്ട്. ആ ഘട്ടത്തിലും ഈ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.